സ്വർണം മോഷ്ടിച്ചെന്നാരോപിച്ച് ദളിത് സ്ത്രീയെ മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ പേരൂർക്കട സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കൂടി നടപടി വരും. ASI പ്രസന്നനെ സസ്പെൻഡ് ചെയ്യും. കന്റോൺമെന്റ് AC-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പ്രസന്നൻ അമിത അധികാര പ്രയോഗം നടത്തി, മോശം വാക്കുകൾ ഉപയോഗിച്ചു എന്നിവ കണ്ടെത്തി. അതോടെയാണ് ഈ നടപടി ഉണ്ടാകുന്നത്. മേഘ്ന മുരളിയാണ് ചേരുന്നത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. മേഘ്ന, ആദ്യ ദിവസം തന്നെ ബിന്ദു നമ്മളോട് സംസാരിച്ചപ്പോൾ, മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഒരാളെ സസ്പെൻഡ് ചെയ്തു, നല്ല കാര്യമാണ്, പക്ഷേ അത് SI മാത്രമല്ല, ASIയും മറ്റൊരു പോലീസുകാരനും തന്നോട് മോശമായി പെരുമാറി. ഈ ASI ആണ് ശുചിമുറിയിൽ പോയി വെള്ളം കുടിക്കാൻ പറഞ്ഞത് എന്നൊക്കെയാണ് ബിന്ദു പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അന്വേഷണം നടത്തുന്നു, അത് വ്യക്തമായി തന്നെ തെളിയുന്നു ആ രീതിയിൽ അമിതാധികാര പ്രയോഗം നടത്തിയെന്നല്ലേ? തീർച്ചയായും സ്മിത, അങ്ങനെ തന്നെയാണ്. അതായത് കഴിഞ്ഞ ദിവസം കേരളം ഒന്നടങ്കം ചർച്ച ചെയ്ത വിഷയമാണ് ചുള്ളിമാനൂർ സ്വദേശിയായിട്ടുള്ള ബിന്ദുവിനെയും ഈ ബിന്ദു നേരിട്ട അന്ന് രാത്രി പോലീസ് സ്റ്റേഷനിൽ നേരിട്ട ക്രൂര പീഡനത്തെയും കുറിച്ച്. അതിൽ വലിയ രീതിയിൽ 3 പോലീസുകാർക്കെതിരെ ബിന്ദു തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് സധൈര്യം പറയുന്നുണ്ട്. അതായത് താൻ നേരിട്ട പീഡനം എങ്ങനെയാണ്, അല്ലെങ്കിൽ താൻ പോലീസ് സ്റ്റേഷനിൽ എന്തൊക്കെ അനുഭവിച്ചു, അത് നേരിട്ട അസഭ്യവർഷങ്ങൾ കൂടാതെ ഈ ഒരു വെള്ളം ചോദിച്ചപ്പോൾ ശുചിമുറിയിൽ പോയി വെള്ളം എടുക്കാൻ പറയുന്നു, അങ്ങനെ പെൺമക്കൾക്കെതിരെ അടക്കം ഭീഷണി ഉണ്ടാകുന്നു. അങ്ങനെ വലിയ രീതിയിൽ താൻ എന്തൊക്കെ അനുഭവിച്ചു എന്നുള്ളത് അന്ന് തന്നെ മാധ്യമങ്ങളോട് പരാതി കൊടുത്തതിന് ശേഷം ബിന്ദു വന്ന് പറഞ്ഞതാണ്. അതിനുശേഷം 3 പോലീസുകാർക്കെതിരെ വലിയ രീതിയിൽ വിമർശനം ഉണ്ടാകുന്നു. അതിൽ ആദ്യം SI ആയിരുന്ന പ്രസാദിനെയായിരുന്നു സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് എതിരെ മാത്രം നടപടിയെടുത്തതും വലിയ രീതിയിൽ വിമർശനം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ ഒരു വിവരം വരുന്നത്. അതിലാണ് ASI ആയിട്ടുള്ള പ്രസന്നനെയും സസ്പെൻഡ് ചെയ്യും. ഇതുവരെ ഉത്തരവിറങ്ങിയിട്ടില്ല. സിറ്റി പോലീസ് കമ്മീഷണർ ഇന്ന് തന്നെ അധികം വൈകാതെ തന്നെ അതിൻ്റെ ഒരു സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കുമെന്നുള്ളതാണ് അറിയുന്നത്. കന്റോൺമെന്റ് AC ആയിരുന്നു ഇതിലൊരു അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഗുരുതര അച്ചടക്ക ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തൽ കൂടി വരുന്നു. അതായത് അമിത അധികാര പ്രയോഗം നടത്തി, അതുപോലെ തന്നെ ഈ ദളിത് സ്ത്രീക്കെതിരെ വലിയ രീതിയിൽ അസഭ്യവർഷം നടത്തുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ഒരു ക്രൂര പോലീസ് പീഡനം തന്നെ വ്യക്തമാകുന്ന രീതിയിൽ തന്നെയാണ് ഈ കന്റോൺമെന്റ് AC-യുടെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പ്രസന്നനെയും സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് കൈക്കൊള്ളുന്നത്. അതിൽ ഇന്ന് തന്നെ ഒരു ഉത്തരവ് ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ഈ GD ഇൻചാർജ് ആയിരുന്നു ആ സമയത്ത്. അതായത് ഈ ബിന്ദു പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ GD ഇൻചാർജ് ആയിരുന്നു ഈ പ്രസന്നൻ എന്ന ASI റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ. അദ്ദേഹം വലിയ രീതിയിൽ ഒരു ക്രൂര പീഡനം തന്നെ, അല്ലെങ്കിൽ ഒരു ഒട്ടും പാലിക്കാതെ, അല്ലെങ്കിൽ ഒരിക്കലും ഒരു പോലീസുകാരൻ ഒരു ദളിത് സ്ത്രീയോട് അല്ലെങ്കിൽ ആരോടും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയാണ് ഈ ബിന്ദുവിനോട് ചെയ്തത് എന്നുള്ളൊരു കണ്ടെത്തൽ ഇപ്പോൾ അന്വേഷണത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് ഈ നടപടി ഉണ്ടാകുന്നത്. ഇന്ന് തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ ഈ ഉദ്യോഗസ്ഥനെതിരെ സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കുമെന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. ഇനി ഒരു പോലീസുകാരനെ കൂടി, അതായത് ഈ പ്രസന്നനെയും പ്രസാദിനെയും കൂടാതെ ഒരു പോലീസുകാരന്റെ പേര് കൂടി ബിന്ദു മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, പോലീസിൽ പരാതിയായി നൽകിയിട്ടുണ്ട്. ഇതിന് ഈ ഉദ്യോഗസ്ഥനെതിരെയും കൂടാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ അടക്കം പരാതിയായി പറയുന്നു. ഇതിനെതിരെയൊക്കെ എന്ത് നടപടി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് കേരള മനസാക്ഷി ഒന്നടങ്കം. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടികൾ ശ്ലാഘനീയമാണ്. പക്ഷേ അത് മാത്രമല്ല, ഇത്തരത്തിലൊരു കാര്യം ഇനിയും ആവർത്തിക്കാൻ പാടില്ല. ഒരു സാധാരണ വ്യക്തിയും, അതിപ്പോൾ ഭരണഘടന നിലവിൽ വന്ന് ഇത്രയും വർഷം ആയതിനു ശേഷം അതിലൊരു ഭേദഭാവം വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ ദളിത് സ്ത്രീയെന്നോ സാധാരണ സ്ത്രീയെന്നോ എന്ന വ്യത്യാസം വരുത്താൻ അപ്പോൾ ഒരു സ്ത്രീക്കും അല്ലെങ്കിൽ ഒരു വ്യക്തിക്കും ഇത്തരത്തിലുള്ള കാര്യം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇനി ഒരു പോലീസുകാരന്റെ പേര് കൂടി പറഞ്ഞിട്ടുണ്ട്. മറ്റു ചില പരാതികളും ബിന്ദുവിനുണ്ട്. ഇതൊക്കെ ഏത് രീതിയിൽ പരിഹരിക്കപ്പെടും? ക്രിസ്റ്റീന, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു വ്യാജ മോഷണ കുറ്റം ഇപ്പോഴും ബിന്ദു ആവർത്തിക്കുന്നത് താൻ ഇത്തരത്തിലൊരു കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് മാല മോഷ്ടിച്ചു എന്നുള്ളതാണ് ബിന്ദുവിനെതിരെയുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത്. പക്ഷേ താൻ ഇത്തരത്തിലൊരു കുറ്റം ചെയ്തിട്ടില്ല. കൂടാതെ ഈ മാല ആ പരാതിക്കാരുടെ വീട്ടിൽ നിന്ന് തന്നെ തിരിച്ച് കിട്ടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്യാജ മോഷണ കുറ്റം ആരോപിച്ച് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നു. അതിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ, അതിൽ ASI ആയിട്ടുള്ള പ്രസന്നൻ, SI ആയിട്ടുള്ള പ്രസാദ്, അതുപോലെ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് കൂടി ബിന്ദു മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്ത് നടപടി ഉണ്ടാകും? കൂടാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതിയായി എത്തുന്നു. അതിലും കൃത്യമായ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി ബിന്ദു തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് നടപടി ഉണ്ടാകും? കാരണം പൊതുമനസാക്ഷി അത്രയേറെ ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണ്. അതിൽ എങ്ങനെയാണ്, അതായത് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ മാത്രം ഒരു മുഖം രക്ഷിക്കൽ എന്ന രീതിയിൽ ഒരു നടപടി ഉണ്ടായതിനെതിരെ അടക്കം വലിയ രീതിയിൽ വിമർശനം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ്, അതായത് ഈ ഒരു സംഭവം നടന്ന് 25 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ രണ്ടാമത്
രണ്ടാമത്തെ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടി ഉണ്ടാകുന്നതിനടക്കമുള്ള കാര്യം ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. ഇനിയും ബിന്ദു അതായത് കുറച്ച് മുന്നോട്ട് വരാൻ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഒരിക്കലും മുന്നോട്ട് ഇതുവരെ വന്നു പരിചയമില്ലാത്ത ഒരു വ്യക്തിയാണ് ബിന്ദു എന്ന് പറയുന്നത്. ആ ബിന്ദുവാണ് തനിക്കെതിരെ ഉണ്ടായിട്ടുള്ള ക്രൂരപീഡനത്തെക്കുറിച്ച്, മാനസിക പീഡനത്തെക്കുറിച്ച് സധൈര്യം മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ, അതായത് ഈ വളരെ അധികാര ശക്തിയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരടക്കം വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇനി അവർക്കെതിരെ എന്ത് നടപടി ഉണ്ടാകും? ഈ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് നോക്കിക്കാണാനുള്ളത്. എന്തായാലും ഈ ASI റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെതിരെയുള്ള സസ്പെൻഷൻ ഉത്തരവ് ഇന്ന് തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ ഇറക്കും. കാരണം കണ്ടോൺമെന്റ് ACയുടെ അന്വേഷണത്തിൽ ഗുരുതര അച്ചടക്ക ലംഘനമാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ അമിതാധികാര പ്രയോഗമുണ്ടായി, അസഭ്യവർഷം നടത്തി. കൂടാതെ ഈ ബിന്ദുവിന്റെ പെൺകുട്ടികൾക്കെതിരെ അടക്കം ഭീഷണി മുഴക്കി, ശുചിമുറിയിലെ വെള്ളം കുടിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ പല രീതിയിലുള്ള അച്ചടക്ക ലംഘനം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യമാണ് ഈ ഉദ്യോഗസ്ഥർ കാട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയും കൂട്ട നടപടികൾ ഉണ്ടാകുമോ മാനസികമായി തകർത്ത ഈ അനാവശ്യമായിട്ട് ഇങ്ങനെ ഒരു മാലമോഷണം പോയതോടുകൂടി അപ്പോൾ തന്നെ ഇങ്ങനെ വീട്ടിൽ 3 ദിവസമായി ജോലിക്കെത്തിയ ബിന്ദു, 3 ദിവസം മാത്രമേ ആയിരുന്നുള്ളൂ, ബിന്ദു ആണ് ഇത് എടുത്തതെന്ന് പറയുന്നു. അതനുസരിച്ചുള്ള അന്വേഷണം നടക്കുന്നു. പക്ഷേ ഒരു തെളിവുമില്ലാതെ ബിന്ദുവിനെ കസ്റ്റഡിയിൽ എടുക്കുന്നു. ഇതൊക്കെയാണ് സംഭവിച്ചത്. അപ്പോൾ ബിന്ദു പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ വീട്ടുടമയ്ക്കെതിരെയും പരാതി കൊടുക്കുന്നുണ്ട്. അത് അത്തരം നിയമ നടപടികളായും മുന്നോട്ട് പോകുമെന്ന് ബിന്ദു പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതിലും ഇന്ന് കൂടുതൽ വാർത്തകൾ ഉണ്ടാകും.